അതാ ഇത്രയും സുന്ദരനായ മനുഷ്യൻ ഇത്ര പ്രായമാക്കിയത് എന്തിനായിരുന്നു? നമ്മൾ ഈ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേറെ കുറേ നെഗറ്റീവ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലും കൂടെ ആണോ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു ആ ഒരു എലമെന്റ് മാത്രം ഒരിക്കലും വർക്കാവില്ല. നമുക്കത് കഥ പറയുന്ന ഒരു ബാക്ക്ഡ്രോപ്പ് ഇതാണ്. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പടം കാണാം. തിയേറ്ററിൽ എത്തുമ്പോഴാണ് തിയേറ്ററിൽ പോയി പടം കാണാം. എന്താണ് പെർഫോം ചെയ്യാൻ നമുക്ക് അറിയില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സമയം നമ്മൾ തെറ്റിച്ചാൽ അവർക്ക് ചിലപ്പോൾ അത് ഇറിറ്റേറ്റഡ് ആവും, ഡിസ്കംഫർട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഡൗൺ ആവും. പക്ഷെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കംഫർട്ട് അവരങ്ങനെയാണെങ്കിൽ നമ്മൾ സീനിയർ ആക്ടർ ഒന്നുമാണ്, പക്ഷെ നമുക്കൊരു സീനിയോറിറ്റി ഉണ്ട്, 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 1-2 ഇതിൽ ഒതുങ്ങുന്നല്ലോ, ഇതിനകത്ത് മൾട്ടിപ്പിൾ ക്രൈംസ് നടക്കുന്ന ഇതാണ്. അപ്പോൾ അതിൽ ഏതിനെ പ്രൊജക്റ്റ് ചെയ്യണം, ഏത് നമ്മൾ ചെയ്യണം എന്നുള്ളതൊരു ചലഞ്ചിങ് ആയിരുന്നു. അങ്ങനെയാണത് അതിന് ഈ സബ്ജക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എടുക്കി, എന്നാൽ ഇതിനകത്ത് എങ്ങനെയാണിത് ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ് എന്നുള്ള ഒരു ഓവർവ്യൂ കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ 26ലേക്ക് എത്തിയത്. ഇപ്പോൾ ഒരു സീനിൽ നമ്മളിത് പ്രതീക്ഷിക്കുമ്പോൾ അതായിരിക്കില്ല വരുന്നത്, അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മയായിരിക്കും. പടത്തിൽ അഭിനയിച്ചിട്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് വാട്ട്, അതായിരുന്നു എക്സ്പ്രഷൻ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും. ഹലോ എവരിവൺ, അറ്റിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ സിനിമയുടെ ടീം ചേരുകയാണ്. ഹായ് ഗൈസ്. കാരണം നമ്മുടെ ഈ സബ്ജക്റ്റേ കുറച്ച് ഡാർക്ക് വെബാണല്ലോ. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്തൊക്കെയായിരുന്നു ശ്രദ്ധിച്ചത്? അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പറയുമ്പോൾ നമ്മളത് ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഓഡിയൻസിനും കണക്റ്റ് ആകുന്ന ഒരു ആയിരിക്കണം, അത് മെയിൻ. ഇപ്പം സബ്ജക്റ്റ് ഇതിൻ്റെ ഈ കണ്ടന്റ് ഡീപ്പാണെങ്കിലും ഇതിൻ്റെ ഏത് സെഗ്മെൻറ്റ് നമുക്ക് പറയണം എന്നുള്ളതാണ് ഇതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ ഒരു 1-2 ഇതിൽ ഒതുങ്ങുന്നതല്ലോ, ഇതിനകത്ത് മൾട്ടിപ്പിൾ ക്രൈംസ് നടക്കുന്ന ഇതാണ്. അപ്പോൾ അതിൽ ഏതിനെ പ്രൊജക്റ്റ് ചെയ്യണം, ഏത് നമ്മൾ ചെയ്യണം എന്നുള്ളതൊരു ചലഞ്ചിങ് ആയിരുന്നു. അങ്ങനെയാണത് അതിന് ഈ സബ്ജക്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് എടുക്കി, എന്നാൽ ഇതിനകത്ത് എങ്ങനെയാണിത് ഹൗ ഇറ്റ് ഓപ്പറേറ്റ്സ് എന്നുള്ള ഒരു ഓവർവ്യൂ കൊടുക്കുകയും ചെയ്തു. കുറച്ച് സമയം എടുത്തോ ഇതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് വരാനായിട്ട്? ഓക്കെ, ഈ ഡാർക്ക് വെബിനുള്ളൊരു ത്രെഡ് കിട്ടിയിട്ട് കുറച്ച് സമയമായിരുന്നു? അല്ല, അതും കുറച്ച് നാൾ മുമ്പ് ഐഡിയ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഈ കൊറോണ ടൈമിലാണ് ആക്ച്വലി ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇത്രയും സമയം എടുത്തു അല്ലേ? എടുത്തു. അതെന്തൊരു ലോങ് ജേർണി ആയി പോയത്? ഷാവു ചേട്ടൻ്റെ ഡേറ്റ് ഇട്ടായിട്ടാണോ? എൻ്റെ ഡേറ്റ് പെട്ടെന്നായി. അതിൻ്റെ പ്രോസസ്സ് കുറച്ച് ഇതായിരുന്നു. നമ്മൾ ഷൂട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുത്തു. പിന്നെ അതിൻ്റെ VFXും അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് ലെങ്തി പ്രോസസ്സായിരുന്നു. പിന്നെ നമുക്കൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിനെ വേണം, നമുക്ക് അതിൻ്റെ പ്രൊമോഷൻസ് വേണം, അങ്ങനെ അതിനെല്ലാം ഒരു ടൈം എടുത്തു. അങ്ങനെയാണ് നമ്മൾ 26ലേക്ക് എത്തിയത്. ഓക്കെ, ഷാവു ചേട്ടാ, കുറച്ചുകൂടെ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് കുറച്ചുകൂടെ യങ് ആയല്ലോ. ഈ സിനിമ ഇറങ്ങാൻ പോകുന്നതിന്റെ ഭാഗമായി അങ്ങനെ സന്തോഷം കൊണ്ട് യങ് ആയി പോയത്? സിനിമയിൽ ഇച്ചിരി അതാ ഇത്രയും സുന്ദരനായ മനുഷ്യൻ ഇത്ര പ്രായമാക്കിയത് എന്തിനായിരുന്നു? ആക്ച്വലി അന്ന് പ്രായമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ച് എല്ലാറ്റിലും ബോഡി ലാംഗ്വേജിലും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. അതിനെ അത്രയും സീരിയസ് ആയിട്ടാണ് ഡോൺ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. ആ സിനിമ അദ്ദേഹം കോവിഡ് കാലഘട്ടങ്ങളിൽ ചിന്തിച്ച ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങി അതൊരു സിനിമയായി സബ്ജക്റ്റായി മാറി വരുമ്പോൾ നമ്മളായിട്ട് അതിനകത്ത് നമ്മൾ ഫുള്ളും ഇൻവോൾവ് ആണ്. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിതൊരു വലിയ എക്സ്പീരിയൻസ് ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ഈ ഡോക്യുമെൻ്ററി ടൈപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊന്നുമല്ല. പക്ക യൂത്തിനുള്ള ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജോണറിലുള്ള ഒരു സിനിമ. അത് പൂർത്തിയായി കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അതുവരെ നമ്മളിത് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികളെന്ന് നമുക്ക് അറിയില്ല. നമുക്കിത് ഫസ്റ്റ് ടൈം ഉള്ള എക്സ്പീരിയൻസ് ആണ്. നയൻ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്? എനിക്കൊരു ദിവസം കോള് വരികയാണ്, ഡോൺ സാറിന്റെ. സാറ് വിളിച്ചു, അതിൽ സന്തോഷമായിരുന്നു. ഒരു കോള് വന്നിരുന്നു. അതിൽ കുട്ടിയും ഒന്നുമില്ല, കുറിപ്പിറങ്ങിയ സമയമായിരുന്നു. അങ്ങനെ കോള് വന്നപ്പോഴത്തേക്കും അപ്പോഴത്തെ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ലൈക്ക് ഡോൺ മാക്സ് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു ഞാൻ കുറിപ്പില്ല, എൻ്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട കുറിപ്പിന്റെ കുറിപ്പ് കണ്ടപ്പോഴാണ് ഓക്കെ ഇത് എന്റെ സിനിമയിലേക്ക് പറ്റിയ 2 പേരാണ്, അപ്പൊ തന്നെ പിക്ക് ചെയ്തു. അങ്ങനായിരുന്നു കുറിപ്പിൽ ഞാൻ ഏറ്റൊരു ക്യാരക്ടറാ.
അപ്പൊ ആക്ച്വലി ഒരു പക്ഷെ അതൊക്കെ കണ്ടോട്ട് ഇയാളെ എങ്ങനെയും ഉപയോഗിക്കാന്നുള്ള രീതിക്കായിരിക്കും. അതില് മറ്റേ മുംബൈയില് ബനിയൻ ഇട്ടിട്ട് അമ്മാവൻ ശരിക്കും അങ്ങനെ തന്നെയാണോ കണക്റ്റഡ് ആയത്? അല്ലല്ല. അങ്ങനല്ല. അതിനു മുമ്പേ അറിയാം. അല്ല ഇങ്ങനെ ഓർത്തത് ഈ ഒരു രീതിയിലേക്ക് ഷാജു ചേട്ടനെ വരുത്താം അല്ലെങ്കിൽ? അല്ല, ഷാജേട്ടനെ നമ്മൾ ഇനീഷ്യൽ ഇതിപ്പോൾ ഒരു എൻ്റെ ഫ്രണ്ട് ആയിരുന്നു. അപ്പോൾ ഇതിൽ ഷാജേട്ടനെ ആദ്യം ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞപ്പം സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എനിക്കത് ഭയങ്കര വർക്കായിട്ട് തോന്നി. അങ്ങനെ ഷാജേട്ടനെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഷാജി ചേട്ടൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലാവരുടെയും നിന്ന് വന്നിരുന്നു. ഷാജേട്ടനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. ഷാജേട്ടൻ്റെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമേ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളൂ, യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. ശരിയാണ്. ഷാജേട്ടൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ എക്സ്പീരിയൻസാണ്. 200ഓളം മൂവീസ്, 30 വർഷം 30 വർഷം. അങ്ങനെ ഒരു ആക്ടർ എന്താണേലും ഒരു നോർമൽ ഒരു ആക്ടർക്ക് അത്രയും ലോങ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് സംതിങ് ഉണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ ഷാജേട്ടൻ അത് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ അത് കണക്റ്റായി ആ സബ്ജക്റ്റ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ കഥ? ഷാജേട്ടന് കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഈസി ആയിട്ട് കൺവിൻസ് അത്രയും വലിയൊരു എഡിറ്റർ അല്ലേ അദ്ദേഹം പറയുന്ന ഒരു സബ്ജക്റ്റ്. പക്ഷെ ഞാൻ വളരെ ഷോർട്ടായിട്ട് ഒരു കാര്യം, ഒരു സിനിമ പറയുന്നു. അപ്പോൾ ഒരു വളരെ ഷോർട്ടായിട്ട് സിനിമ അങ്ങ് പറയാം. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു. ബാക്കിയെല്ലാം പിന്നീട് അദ്ദേഹം ആലോചിച്ചെടുത്ത വിഷയങ്ങളാണ്. വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എക്സൈറ്റഡ് ആകും. ഞാൻ ആ ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളതാണ്. പിന്നെ നമ്മൾ അതിലേക്കുള്ള ഹോംവർക്ക് തുടങ്ങും കുറച്ചായിട്ട്. ഇതിൽ കുറേ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്? അല്ല, പ്രിപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഓൺലി ആക്ടിങ്ങിനെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സിനിമയിൽ 45 ദിവസം 50 ദിവസത്തോളം അഭിനയിച്ചിട്ട് 3-4 ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയെല്ലാം റിയാക്ഷനിലൂടെയും നമ്മൾ പെർഫോം ചെയ്യേണ്ട സീൻസുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അതൊരു ചലഞ്ചല്ലേ, നമ്മൾ അങ്ങനെ കൺവേ ചെയ്യാന്നുള്ളത്. ആക്ഷനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് റിയാക്ഷൻ. അപ്പോൾ അത് നമ്മളെ പോലെ നമ്മളത്രയും വലിയൊരു ആക്ടർ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മളത് അതിനുവേണ്ടി പ്രിപ്പയർഡ് ആവണം. അതിന്റെ റിസൾട്ട് അറിയാൻ സത്യം പറഞ്ഞ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ, ആളുകൾ ഇങ്ങനെ തിരക്കുന്നു. പടം വരുമ്പോഴേ കാണാൻ പറ്റും. ഇങ്ങനെ കൊതിപ്പിച്ച് കൊണ്ടുപോകും. ഞാനിപ്പോ കുറച്ച് മറ്റേ അതൊന്നിട്ട് ഒക്കെ പറയും. പക്ഷെ അതൊരു രസമാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യും. അതല്ലാതെ കുറച്ച് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതാണ് നമ്മുടെ ഒരു ആ സിനിമയോടുള്ളൊരു. ഷാജു ചേട്ടൻ നടനെ പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിച്ചോ ഈ സിനിമയിൽ? തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് നമ്മള്. ഓക്കെ. ഇവർ രണ്ടുപേരും കുറിപ്പാണ്. കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ. അടുത്ത സിനിമയിലേക്ക് വിളിക്കില്ലേ? അപ്പൊ അങ്ങനെ കുറച്ചും കൂടി ഉണ്ട്. അല്ല, ഇവർ രണ്ടുപേരും കുറിപ്പ് വഴിയാന്ന് പറഞ്ഞല്ലോ. ഇവിടെ എങ്ങനെയായിരുന്നു? ഞാൻ ഷാജോട്ടൻ വഴി, ഒരു വെബ് പോലെ ആയിരുന്നു. ഷാജോട്ടൻ വഴി ഡോൺ മാക്സ് വഴി ആകാശ്. നമ്മൾ അങ്ങനത്തെ വേറൊരു വെബായിരുന്നു. ഓക്കെ. അതെങ്ങനെ ഒപ്പിച്ചെടുത്തു? നിങ്ങൾ നേരത്തെ പരിചയം. പക്ഷെ അത് ഈ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആണ് ആകാശം. പിന്നെ നമ്മൾ വേറെ ഒരാളെ ചിന്തിക്കാൻ സ്പേസ് പറ്റില്ല ഒരു പക്ഷേ. എന്നുവെച്ചാൽ അത്രയും നമ്മൾ ഫ്രഷ് ആയിട്ടൊരാള്. പിന്നെ ആക്ഷൻ സീക്വൻസിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ. ഏകദേശം 30ഓളം വരുന്ന പുതുമുഖങ്ങളുണ്ട് ഈ പടത്തില്. അപ്പോൾ അടിപൊളിയായിരുന്നു. ഫൈറ്റൊക്കെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഫൈറ്റൊക്കെ അദ്ദേഹം അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എല്ലാം ഡോണിന്റെ വിക്രിയകളായിരുന്നു. അർപ്പിക്കുക അത്ര തന്നെ. ബാക്കി പുള്ളി പറയും അങ്ങ് ചെയ്താൽ മതി. പുള്ളി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയി. നമ്മൾ വെറുതെ ചിന്തിക്കാറില്ല. അതിനനുസരിച്ച് നമ്മൾ ചെയ്താൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ. മുൻകൂട്ടി കരുതി പോയാൽ. അതെ, കരുതി പോയത്, പ്രിപ്പയർ ചെയ്ത് പോയത്. അത് എനിക്കൊന്നും അത് നല്ലൊരു കാര്യമാണ്. കാരണം പ്രിപ്പയർ ചെയ്ത പല റിയാക്ഷൻസും ഈ ആക്ഷൻസ് എല്ലാം നമ്മൾ മൈൻഡിൽ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അതിനൊരു നാച്ചുറാലിറ്റി ചിലപ്പം കാണില്ല എന്ന് പുള്ളിക്കാരന് മനസ്സിലാവും. അതുകൊണ്ടാണ് പുള്ളി സ്പോട്ടിൽ ഇതെല്ലാം ചെയ്യുന്നത്. അടിപൊളി. ഇതേപോലെ ഒരു ക്രൂ ആണ്, ഇതേപോലെയുള്ള ആക്ടേഴ്സ് ആണ് കൂടുതൽ. ടെൻഷൻ ഉണ്ടായിരുന്നോ കൂടെ വരാനും? എന്റെ ടെൻഷനൊക്കെ ഷാജോട്ടനാ മാറ്റിയത്. എനിക്ക് വളരെ ഈസി ആണെന്നുള്ള രീതിയിൽ അവനോട് നിൽക്കാറ്. വളരെ ഈസി ഉള്ള. പക്ഷെ എന്റെ ചങ്കിടിക്കുന്നുണ്ട്, എന്റെ ഹാർട്ട് ബീറ്റ് അടിച്ചത് ചെവിയോർത്ത കേൾക്കാം. പക്ഷെ നമുക്ക് ഒരു കടക്കാൻ വേണ്ടി. പക്ഷെ പുതിയൊരാൾക്ക് നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ്. നമ്മളൊരാളെ പറഞ്ഞിട്ട് പറയാം, ഈസി ആയിട്ട് പറയാം. നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നത് വളരെ ഈസിയാണ്. ജസ്റ്റ് പറയാം, അങ്ങനെ കൊടുക്കാം. കാരണം നമുക്ക് വരുമ്പോൾ അങ്ങനെ ഉപദേശിക്കാനൊന്നും പലപ്പോഴും ആരും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഈവൻ
ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനായിട്ടൊക്കെ ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ പെർഫോമൻസിന് മുമ്പ് നിൽക്കുമ്പോൾ നമ്മൾ എന്താണ് പെർഫോം ചെയ്യാൻ നമുക്ക് അറിയില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ സമയം നമ്മൾ തെറ്റിച്ചാൽ അവർക്ക് ചിലപ്പോൾ അത് ഇറിറ്റേറ്റഡ് ആവും, ഡിസ്കംഫർട്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഡൗൺ ആവും. പക്ഷെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ കംഫർട്ട് അവരങ്ങനെയാണെങ്കിൽ, നമ്മൾ സീനിയർ ആക്ടറൊന്നും അല്ല, പക്ഷെ നമുക്കൊരു സീനിയോറിറ്റി ഉണ്ട്, 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എന്ന് കരുതി നമുക്കും ഇപ്പോഴും ഒരുപാട് തെറ്റുകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളും വരുമല്ലോ. പക്ഷെ വരുന്ന ഒരാൾക്ക് കംഫർട്ടാക്കുമ്പോൾ നമുക്ക് കിട്ടാതെ പോയ ഒരു കാര്യം പുതിയൊരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമുക്കറിയാം നമ്മൾ വന്നൊരവസ്ഥ, ക്യാമറ മുമ്പിൽ പേടിച്ച് നമ്മൾ നിൽക്കുന്നത്. അന്ന് ഫിലിമായിരുന്നു, ഡിജിറ്റലാണ്, ടെൻഷൻ വേണ്ട, എന്നാലും വരുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും ആൾക്ക്. അത് അവനങ്ങനെ തോന്നിയിട്ട് ഉണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ആകാശം വളരെ ഫ്രീ ആയിരുന്നു. ആകാശം ചെറിയ ടെൻഷൻ വരുമ്പോൾ ഒരു 10 പുഷപ്പ് എടുക്കും. അപ്പൊ തന്നെ ശരിക്കും അങ്ങനെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ 100ഓളം വരുന്ന ക്രൂവിന്റെ മുന്നിൽ ഇവരെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് ആണ്. അവിടെ എന്തെങ്കിലും പണി ഒപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ പാവങ്ങളുടെ കഷ്ടപ്പാടാണ് വെറുതെ പോകുന്നത്. അപ്പൊ ആ ഒരു പ്രഷർ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അവര് മനസ്സിൽ പ്രാഗുമായിരിക്കും, മുമ്പിൽ പറയില്ല എന്നാലും. പക്ഷെ ആ ഒരു ടെൻഷനായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷെ അത് ഞാൻ ഡോണറ്റിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, കാരണം ആദ്യത്തെ ഒരു 1 to 2 days എൻ്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു അനാവശ്യമായ തോട്ട് പ്രോസസ്സ് ഉണ്ടായിരുന്നു. കാരണം അവരുടെ വർക്ക് ഞാൻ കാണുന്നുണ്ടല്ലോ, അവർ നമ്മൾ എത്തുന്നതിന് മുന്നേ നേരത്തെ എത്തും, എല്ലാം സെറ്റ് ചെയ്ത് വെക്കും, നമുക്ക് ജസ്റ്റ് വന്ന് പെർഫോം ചെയ്ത് പോയാൽ മതിയല്ലോ. പക്ഷെ പുള്ളിയാണ് എനിക്ക് ആ ഒരു മോട്ടിവേഷൻ തന്നത്, വളരെ കൂളായിട്ട്. കാരണം ഇപ്പോൾ എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡയറക്ടർ മൈക്കിൽ കൂടെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇത്രയും പേരുടെ മുന്നിൽ ഇൻസൾട്ടഡ് ആവും, പിന്നെ നമ്മളത് മൈൻഡ്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, പുള്ളി തന്നെ വന്ന് വളരെ കൂൾ. അതായത് ഒരു അഭിനയിച്ച് കാണിച്ചു തരും, ചില ഡയറക്ടേഴ്സ് അഭിനയിച്ച് കാണിച്ചു തരും, ചില ഷൗട്ട് ചെയ്തുകൊണ്ട് തെറ്റിയാൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയും. ഡോൺ ശ്രദ്ധിച്ചിരുന്നാൽ നമുക്കൊരു ക്യാരക്ടർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം പറയുന്ന രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യം പറയും. അദ്ദേഹം അഭിനയിച്ച് കാണിക്കാനോ വേറെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കാര്യം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഏതൊരു സംവിധായകനെയും നമ്മൾ ശ്രദ്ധിച്ചാൽ കറക്റ്റ് കിട്ടും. ഓരോരുത്തരുടെ മൂഡ് ഓരോ തരത്തിലായിരിക്കും. ആകാശനോ അല്ലെങ്കിൽ ഇനിയൊരു കാലഘട്ടം ഒരുപക്ഷെ ഒരുപാട് പേരെ ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാടായിട്ട്. പലതും പല ട്രാക്കാണ്. ഒരു ഡോൺ മാക്സിനെ ഇനി കിട്ടണമെന്നുണ്ട്. അല്ല, എനിക്ക് ഓൾറെഡി ആ പേടിയുണ്ട്. ഞാൻ അതാണ് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഡോൺ മാക്സ് ആയിരിക്കണേ ദൈവമേ. ഈ ചുറ്റുള്ള എല്ലാവരും ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എന്താണ് സുഖം. ഇങ്ങനെയല്ലല്ലോ നീ നേരെ കാണുമ്പോൾ. ഇനി പ്രേക്ഷകർക്ക് ഡോൺ മാക്സ് എന്നുള്ള പേരല്ല അറിയും. ഡോൺ മാക്സ് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ കേൾക്കാതെ ഡോൺ മാക്സിനോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് പറയാറിയും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്നുള്ളത് ഇവിടെ ചോദിച്ചാലേ അറിയുള്ളൂ എന്നാണ് ഇവര് പറയുന്നത്. ക്ലൈമാക്സ് ചോദിക്കും, സ്പോയിലർ അല്ലേ അല്ലേ? അതൊരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാൻ പറ്റും നമുക്ക്. ഒരുപാട് ട്വിസ്റ്റ് എന്ന് വെച്ചാൽ തലകറങ്ങി വീഴും. ട്വിസ്റ്റ് ഉണ്ട് ഒരുപാട്. ഇത് അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഇത് നമ്മൾ നാരേറ്റ് ചെയ്തിരിക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ്. എൻ്റെ ഒരു ഓരോ ചാപ്റ്റർ വൈസ് ആണ് ഈ പടം പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ നിന്നായിരിക്കും ചിലപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൽ നിന്ന് തിരിച്ച് ക്ലൈമാക്സിലെത്തുന്നു. ഇത് പറയുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവും, പക്ഷെ കാണുമ്പോൾ അത് കുറച്ചുകൂടെ ഈസി ആയിട്ട് സ്ട്രക്ചർ അങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിലിം മേക്കിംഗ് നമ്മളൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിം അല്ല, ഞങ്ങളൊരു എന്താ പറയുന്നത് ഒരു മിനിമൽ ബഡ്ജറ്റ് ചെയ്തൊരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസും ഡ്രോബാക്സും നമുക്കുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷാജൻ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇങ്ങനെ കൂടെ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിലും വലിയ സബ്ജക്റ്റാണ്, ക്യാൻവാസ് കുറച്ച് വലുതാണ്. അപ്പോൾ ഇത്രയും അതിനകത്ത് ഒരുപാട് ആക്ഷനുണ്ട്, ഏകദേശം ഒരു 30 മിനിറ്റ്സോളം ആക്ഷനുണ്ട്. അതൊക്കെ ആക്ഷനൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിനകത്തൊരു വണ്ടിക്കകത്ത് നടക്കുന്ന ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാനായിട്ട് ആകാശം അതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചാ ഒരു വണ്ടിക്കകത്ത് മാത്രമുള്ള ഫൈറ്റ്. ഓക്കെ, ഇനി പറയാലോ. ഇനിയിപ്പോ എന്താ എന്ത് വണ്ടിയാന്ന് കൂടെ പറയൂ. അതെന്ത് വണ്ടിയാന്ന് കൂടെ പറയൂ. ഫുൾ ഫൈറ്റ് അത്രയൊക്കെ പറയാല്ലേ? അത്രയും പറയാം. അല്ല, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് സീനാണ്, പക്ഷെ അത് വണ്ടിക്കകത്ത് എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോ അതെങ്ങനെയാണ്
അത് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ആക്ടേഴ്സിൻ്റെ ഇതുണ്ടല്ലോ, അവർ ടൈമിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ക്ലോസ്ഡ് സ്പേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ആകാശം ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളി ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് നിന്നത്. ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ വണ്ടിക്കകത്ത് സിനിമ ചെയ്തേനെ. ഇന്നോക്കകത്ത് ഞങ്ങൾ സിനിമ തീർത്തേനെ. അതൊക്കെ ചിന്തിക്കും. ആ വണ്ടിയുടെ അകത്ത് നടക്കുന്ന ഫൈറ്റ് ഫുള്ള് കൊറിയോഗ്രാഫി ചെയ്തത് ഡോൺ ചേട്ടനാണ്. ഓക്കെ. അല്ല അപ്പൊ ആക്ച്വലി ഫൈറ്റിന്റെ വേറൊരു മൂഡാണ്. ഫൈറ്റ് മാസ്റ്റർക്ക് ആക്ഷൻ എടുക്കാനുള്ള ഗ്യാപ്പില്ല. ഞാനത് ചോദിക്കുമായിരുന്നു, നമ്മൾ ഇത്രയും പഠിച്ചു വന്നിട്ട് നമുക്കിത് കൈയും കാലൊക്കെ അടക്കി ഒന്ന് ചെയ്യാനുള്ളൊരു സ്പേസ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇന്നോവ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, കുറച്ചൊക്കെ സ്പേഷ്യസ് സ്പേസ് ആയിരുന്നു. പിന്നെ എന്റെ കോ ആക്ടർ ഉണ്ടായിരുന്നു ശരൺ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഒരു ഭയങ്കര ഒരു തിയേറ്റർ ആക്ടറാണ്, ഒരു ഗംഭീര ആക്ടറാണ്. അപ്പൊ ഇത് എനിക്കൊരു ലേണിംഗ് പ്രോസസ് ആയതുകൊണ്ട് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് എല്ലാം ഇങ്ങനെ പാടകൾ ഇങ്ങനെ പോയി സംശയം ചോദിക്കും. ഡോണേട്ടന് മാത്രമേ ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് വിടും. കാരണം ഡോണേട്ടന്റെ ഓൾറെഡി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറക്കവും ഇല്ല. അപ്പൊ ഇവരൊക്കെയാണ് ഞാൻ ശല്യപ്പെടുത്തുന്നത്. അപ്പൊ അത് മാത്രല്ല, ആക്ച്വലി ഡോണിപ്പോ വളരെ റയറായിട്ട് കിട്ടാവുന്നൊരു സാധനമാണ് ഈ ഇന്നോവയ്ക്കകത്തുള്ള ഫൈറ്റ്. ഇത്ര നേരമായിട്ട് ഞങ്ങക്ക് എന്തോ മനസ്സിന്ന് തുറന്നൊരു ഫീൽ വന്നു പോയതാണ്. ഓക്കെ. അല്ല അത് പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമായിരുന്നു. അല്ല, അങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ടുള്ള അതില്ല. പറഞ്ഞാൽ പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ സ്പോയിലർ ആയി കഴിഞ്ഞാലേ പടം കാണുമ്പം ഒരു ഓവർ എക്സ്പെക്റ്റും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമുക്കൊരു ക്യൂരിയോസിറ്റി വരുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ആ ആസ്പെക്റ്റിലായിരിക്കും ഇത് പോകുന്നു എന്ന് തോന്നുന്നു. എല്ലാ സീക്വൻസും ഓൾമോസ്റ്റ് അതുപോലെ ആയിരിക്കും. ഇതിൽ ഡയലോഗ്സിന് കാട്ടിലും വിഷ്വൽസിലാണ് കൂടുതൽ. കാരണം ഇതൊരു എഡിറ്റർ ഡയറക്ടർ പടമാണ്. അതാണ് അതിന്റെ മെയിൻ. മലയാളത്തിലെ ആദ്യത്തെ എഡിറ്റിംഗ് കൊണ്ടുവന്ന മനുഷ്യന്റെ ആ ഒരു ലൈനിലുള്ള പടം. അല്ല എഡിറ്ററാണ്, റൈറ്ററാണ്, ഈ പറഞ്ഞ പോലെ ഡയറക്ടറാണ്, ഇപ്പൊ പറഞ്ഞു കൊറിയോഗ്രാഫി ചെയ്തെന്ന്. അപ്പൊ നമ്മൾ സർവകലാ വല്ലഭനായിട്ടാണ് അംഗീകരിക്കുക. അങ്ങനെയല്ല, നമ്മള് നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒന്നും ആയിരിക്കില്ല വരാൻ പോകുന്നത്. അത് പറഞ്ഞു ഒരു ക്ലൂ തരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സീനിൽ നമ്മൾ ഇത് പ്രതീക്ഷിക്കുമ്പോ അതായിരിക്കില്ല വരുന്നത്. അങ്ങനെ ഉള്ള ഒരു കൂട്ടായ്മയായിരിക്കും ഈ സിനിമ. പടത്തിൽ അഭിനയിച്ചിട്ട് ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് വാട്ട്, അതായിരുന്നു എക്സ്പ്രഷൻ. ട്രെയിലർ വരെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യും. ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. ട്രെയിലർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്നത് ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ ഒരുപാട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്ത് ആ സിനിമ അത്രയും ക്വാളിറ്റിയിൽ 2 വർഷം 3 വർഷം എന്ന് പറയുന്നത് പോലും ആ സമയത്തൊക്കെ ജോലി ഇതിന്റെ പുറകിലായിരുന്നു. അതിൻ്റെ ഒരു നല്ല സിനിമ കൊടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി. പിന്നെ അതൊരു വലിയ കാര്യമല്ല. നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അങ്ങനെ ഒരു സിനിമ പൂർത്തിയായി തിയേറ്ററിൽ വരുന്നു, തിയേറ്ററിൽ പ്രേക്ഷകർ യൂത്ത് അത് ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡ്രീമാണ്. ബക്കറ്റ് ലിസ്റ്റ് അല്ലെ എന്താണ് ചോദിച്ചാൽ നമ്മളൊരു പക്ഷേ ഒരു ദിവസമായിരിക്കും ആ ഒരു ഫ്രൈഡേ ഒരുപാട് പേര് നന്നായി ഉഗ്രൻ സിനിമയാണെന്ന് പറയുന്ന ഒരു ദിവസമാണ് നമ്മുടെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത്. ഓക്കെ. ഒരു എഡിറ്റർ ഡയറക്ടർ ആകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്? 2 പേയ്മെന്റ് ഡയറക്ഷന്റെ പണിയും കൂടെ 2 പേയ്മെന്റ് വരാം. അല്ല ഇപ്പൊ 3 അതിപ്പോ ഡയറക്ടർ ആകുമ്പോൾ നമ്മൾ ആ സീന് മാത്രം നമ്മൾ നോക്കും. ഇപ്പൊ ഇത് എഡിറ്ററും കൂടെ ആണല്ലോ, ആ ആസ്പെക്റ്റിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. റൈറ്ററാണ്, ആ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടി ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതാണ്. അല്ല അദ്ദേഹത്തിന് ആയിരിക്കില്ല നമ്മൾ പറയുമ്പോൾ. അല്ല, ഞങ്ങൾ ആക്ച്വലി കുറച്ച് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല. ഇത് കൂടുതലും ഈ ഷാജേട്ടനോട് വന്നപ്പോഴും ആദ്യം ചോദിച്ചു ഡയലോഗ്സ് ഇപ്പോൾ ഒരു പേപ്പറിൽ ഒരു മിനിറ്റ് ജസ്റ്റ് ഇതെന്ന് പറഞ്ഞേക്കും പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ട് ഓൾറെഡി, അതെടുക്കാതെ തന്നെ ഒരു സാധനം അവർ ജസ്റ്റ് ഒന്ന് എഴുതും. ചിലപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മറ്റേ സ്ക്രിപ്റ്റിൽ ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ടാവും അത്. അപ്പോൾ ഇതൊന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഒരു പക്ഷേ അതായിരിക്കും വലിയ ഹൈലൈറ്റ് ആയിട്ടാണ് സ്പോട്ടിൽ പറയുന്നത്. സ്പോട്ടിൽ അങ്ങനെ കുറേ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഇത് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ മറ്റേ പ്രിപ്പയർ ചെയ്തിരിക്കാൻ പാടില്ല. കാരണം സ്പോട്ടിൽ ചിലപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യും. കാരണം റൈറ്ററും കൂടെ ആണല്ലോ. അതെ അദ്ദേഹം അത് കൂടുതൽ നമ്മളൊരു വിഷ്വൽ ഇതാണ് ഇതിൻ്റെ മൂവി. കാരണം ഇതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഇതിൻ്റെ ഒരു കളർ പാലറ്റൊക്കെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ അതിൻ്റെ ഒരു
ഈ നമ്മുടെ ടാഗ് ലൈൻ തന്നെ വെൽക്കം ടു ദ ഡാർക്ക് സൈഡ് എന്നാണ്. അപ്പം ആ ഡാർക്ക് സൈഡ് എങ്ങനെ നമുക്കത് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് ഗ്രിറ്റി ഇമേജസ് ആണ് ഈ മൂവി. നമ്മൾ ഈ ഡാർക്ക് വെബ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വേറെ കുറേ നെഗറ്റീവ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ആസ്പെക്റ്റിലും കൂടെ ആണോ നമ്മൾ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആ ഒരു എലമെന്റ് മാത്രം ഒരിക്കലും വർക്കാവില്ലല്ലോ. നമുക്കത് കഥ പറയുന്ന ഒരു ബാക്ക് ഡ്രോപ്പ് ഇതാണ്, പക്ഷെ അതിനകത്ത് ഇമോഷനുണ്ട്, റൊമാൻസ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ എലമെൻസും അതിനകത്തുണ്ട്. എന്നാൽ ഇതിനെ ഇന്റർകണക്ട് ചെയ്യുന്ന ഇത് ഡാർക്ക് വെബ് വഴിയാണ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഏത് സീൻ ചെയ്യാനായിരുന്നു? സ്പോയിലർ ഇല്ലാതെ പറയൂ. അല്ലെങ്കിൽ എനിക്കറിയാം ഏറ്റവും ബുദ്ധിമുട്ടുള്ള സീനല്ലേ റൊമാൻസ് ആയിരുന്നു. റൊമാൻസ്. ഓക്കെ, അപ്പോൾ റൊമാൻസ് ചെയ്ത് ഫലിപ്പിക്കാൻ ഇച്ചിരി പാടാണ്. അല്ല അങ്ങനെയല്ല, അഭിനയിക്കാൻ പാടാണ്. അത് അഭിനയിക്കാൻ പാടാണ്. അത് അഭിനയിക്കാനായിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്, ബാക്കി കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അതെല്ലാം നന്നായി വന്നിട്ടുണ്ട്. അതെ, കുറച്ച് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും, അങ്ങനാണോ? അത് നമുക്ക് ക്രിഞ്ചായിട്ട് ഫീൽ ചെയ്യും. ക്യാമറയിൽ എങ്ങനെയാ നമുക്കറിയില്ലല്ലോ. ഇത് നമ്മൾ സ്വയം ചിന്തിക്കുമല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമോ, ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു സാധനം നമ്മൾ ചിന്തിക്കാതിരുന്നാൽ കുഴപ്പമില്ല. ആ ഒരു കൺഫ്യൂഷനൊക്കെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെ ഞാൻ എന്റെ എല്ലാ കൺഫ്യൂഷനും ഡോണേറ്റിന്റെ അടുത്ത് പറയാം. അതെങ്ങനെയായിരുന്നു അത് അപ്പൊ കൺവിൻസ് ചെയ്ത് തരുന്നത്? അകശ്മനെ അതൊക്കെ ചെയ്താൽ മതി, ഓക്കെ പൊളിച്ചോ എന്ന് പറയും. അതിൽ തന്നെ വേറെ ഒന്നും പറയില്ല. ഇല്ല, എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യും എന്താണ് നമുക്ക് ഇമോഷനും കാര്യങ്ങളും എങ്ങനെയാണ്, അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്. കൂടുതലൊന്നും ചിന്തിച്ച് കുളവാക്കണ്ട, അത് ജസ്റ്റ് ആ ഒരു ബി ഇൻ ദ സീൻ എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഇതെന്താണെന്നറിയോ, നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിക്കും ഇതെന്തായിരിക്കും, ഇങ്ങനെ ഇമോഷൻ കൊടുത്താലോ, ചിന്തിക്കണ്ട. നമ്മളൊരു സംഭവം നമ്മുടേതായ രീതിയിൽ എന്തെങ്കിലും ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സ്പോട്ട് ഇംപ്രവൈസേഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, അത് വേണ്ട പറഞ്ഞായിരുന്നു അതിന്റെ ആവശ്യമില്ല, ഞാൻ ഇത്രയും മതി എന്ന് തന്നെ പുള്ളി പറയും. അതല്ലേ ചേട്ടനും പറയുന്നത്, ചേട്ടൻ ഇങ്ങനെ ഇമോഷൻ ഇട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി കട്ട് പറയും. എൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയേ, ഇടയ്ക്ക് തിരിച്ചിട്ട് നേരെ വരുന്ന സമയത്ത് ഒരു സീൻ അഭിനയിച്ച് വർദ്ധമാനോട് പറയും, അഭിനയ സിംഹമേ ഞാൻ പെട്ടെന്ന് ഞാൻ ഓവറായി പോയി, എന്തോ പ്രശ്നം ഉണ്ടായി. പിന്നെ പറയും, ചേട്ടാ നന്നായിരുന്നേ, നേരത്തെ അത് പൊളിയാട്ടോ, അത് അല്ല അടുത്ത പരിപാടി വരുന്നുണ്ട് സീന്. അപ്പൊ ഞാൻ പറയാ, അപ്പൊ മറ്റേ ഏകദേശം ഞാൻ പറയാം കുഴപ്പമില്ല, രക്ഷപ്പെട്ടു ആക്സിങ് കഴിഞ്ഞാൽ. അടുത്ത സീൻ വരണ്ടേ, എന്തൊക്കെയാണ് ആവോ കയ്യത്, വേറെ ചില സാധനങ്ങളൊക്കെ എന്തൊക്കെ ഇടണോ, എനിക്ക് ടെൻഷൻ. ഞാൻ പുറത്ത് വരുന്നുണ്ട് എന്തൊക്കെ ഞാൻ ഇരുന്ന് ആലോചിക്കും, പിന്നത്തെ പരിപാടി ആലോചിച്ചിട്ട് അങ്ങനെ എടുക്കും. അപ്പൊ നമ്മളായ കൂടെ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര രസമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് ആ സീൻസ് ഒക്കെ ചെയ്തു. അൺപ്രഡിക്റ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടാവും ആ ഒരു സീനിന്. അപ്പൊ അതാണ് പുള്ളി മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ നിങ്ങളുടെ ക്രൂ, ക്യാമറ സൈഡുള്ള എല്ലാവരും നമ്മുടെ സീൻ നന്നായാലും ആകാശിന്റെ ആയാലും നിങ്ങളുടെ ആരുടെ ആണെങ്കിലും അവർ കൈയടിക്കും. ആ ഒരു എല്ലാവരുടെയും ഒരു സപ്പോർട്ട്. അതെ, രവിയേട്ടൻ്റെ അടുത്താണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ട് ക്യാമറ, അതെ പുള്ളി എനിക്ക് ക്യാമറയെ കുറിച്ചുള്ള ഐഡിയാസ് എല്ലാം ഞാൻ പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യും. ടെക്നിക്കൽ സൈഡിൽ സംശയം ഉണ്ടായിരുന്നു? അല്ല സംശയമല്ല, ഇത് എങ്ങനെയൊക്കെയാണെന്ന് ഈ ഒരു ഗ്രൗണ്ടല്ലേ നമുക്കിപ്പോ കിട്ടുള്ളൂ. ഇത് പിന്നെ കിട്ടുമോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. കിട്ടുന്ന ചാൻസിൽ ഇത് മാക്സിമം നമ്മളെ കൊണ്ട് എല്ലാം അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, അങ്ങനെ എല്ലാം പഠിച്ചു നമ്മള് പഠിച്ചതല്ല, നമ്മുടെ കുറെ കാര്യങ്ങളൊക്കെ നയനയ്ക്ക് ഉണ്ടായിരുന്നു റൊമാൻസ്. നിങ്ങള് ഞങ്ങൾ തമ്മിൽ റൊമാൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ഓർത്ത് നിങ്ങൾക്കായിരിക്കും റൊമാൻസ് വന്നിട്ടുണ്ടാവുക, അത് പറയാൻ പറ്റില്ല. ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പടം കാണുക, തിയേറ്ററിൽ എത്തുമ്പോഴാണ്, തിയേറ്ററിൽ പോയി പടം. ഓക്കെ, നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് എത്തുന്നത്? അത് പ്രതീക്ഷിച്ചിരിക്കണം. ഓക്കെ, നമ്മൾ എന്ത് ഫീലോട് കൂടിയായിരിക്കണം ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവേണ്ടത്? ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടാവും. വാവ്, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ സംഭവങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വാവ് എന്നുള്ള സാധനം വെച്ചിട്ടാണോ പോകുന്നത്? അങ്ങനല്ല, അത് നമ്മളിപ്പോൾ ഇതൊരു പുതിയ ഒരു ജോണറാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന പശ്ചാത്തലം പുതിയതാണ്. അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ഷാജറൻ നയനയുണ്ട്, അല്ലാതെ ഇപ്പോൾ ആകാശിനെ പോലെയുള്ള പുതിയ ആൾക്കാരാണ്. ഇവരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ ഫാക്ടർ. അത് വർക്കായെങ്കിൽ
100% ഓഡിയൻസ് സിനിമ ഹാപ്പി ആയിരിക്കും. ഇറങ്ങുമ്പോൾ അതിനകത്തൊരു ഉള്ളിലൊരു പെയിൻ ഉണ്ടാകും, ഒരു ഇമോഷൻ, ഒരു കണ്ടന്റ് ഉണ്ടാകും. സെയിം ടൈം ഇതിനകത്തൊരു ഇങ്ങനത്തെ ഒരു ഫിലിം വർക്കായതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അതിനകത്ത്. എന്തായാലും ഇത് ആക്ച്വലി സെക്കൻഡ് മൂവി അല്ലേ ഇപ്പോൾ? അതെ, സെക്കൻഡ്. ആക്ച്വലി ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ഒക്കെ സെക്കൻഡ് മൂവിയാണ് നമ്മുടെ സക്സസ് ഒക്കെ പറയുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒരു ടെൻഷനും കൂടെ ഇതുവരെ അത് ആലോചിച്ചില്ലായിരുന്നു എന്നാണ്. അല്ല, അങ്ങനെയല്ല. ആവട്ടെ. അതെ, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടല്ലേ ആലോചിക്കുള്ളൂ. നമ്മളത് വർക്കാകും എന്നുള്ള ഇതാണ്. പിന്നെ നമുക്ക് റിസ്ക് കൂടുതലുണ്ട്. നമ്മളിത് ഇങ്ങനത്തെ ഒരു ഫിലിം വരുന്നൊരു വയലൻസിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്. ഇതിനകത്ത് വയലൻസ് കുറച്ച് വയലൻസ് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതെങ്ങനെ നമുക്കത് ഓഡിയൻസിന് കണക്റ്റ് ആകും എന്നുള്ള ഒരു ചെറിയ ടെൻഷനുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ അതിൽ ഒരു പുതിയൊരു സംഭവം പറയാൻ പറ്റി എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ഓക്കെ, നമ്മൾ പറയാനുള്ളത്, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ തിരി കൈ നീട്ടി സ്വീകരിച്ചാൽ മതി എന്നുള്ള. അല്ല, ചെറിയ ഫിലിം, ഇപ്പം സ്റ്റാർ ഫിലിംസ് ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് വന്ന് കണ്ട് ഇത് ചെയ്തിട്ടാണല്ലോ ഒരു അഭിപ്രായം വരുന്നത്. അപ്പം ഇത് ഇങ്ങനത്തെ ഫിലിംസ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഒരു. പക്ഷെ ഇല്ല, കണ്ടന്റ് നല്ലതാണെങ്കിൽ നമ്മൾ പ്രേക്ഷകർ അത് എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ട് എസ്പെഷ്യലി ആക്ച്വലി ഇതൊരു ബിഗ് സ്ക്രീനിൽ കാണേണ്ട ഫിലിമാണ്. കാരണം അതിൻ്റെ ഒരു വിഷ്വൽ പാറ്റേണും സൗണ്ടിങ്ങും ഇതിൻ്റെ ഒരു VFX പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ എങ്ങനെയാണ്. അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ വന്ന് മാക്സിമം കാണാൻ എല്ലാവരും ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എല്ലാവിധ ആശംസകളും, സക്സസ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.